ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു വാർത്ത അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അന്തർദേശീയ നീതിന്യായ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടങ്ങിയിട്ട് വർഷങ്ങൾ തന്നെ കടന്നുപോയതിനാലും അതൊരു വാർത്ത അല്ലാതെ തീർന്നതിനാലും അധികം ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ അതേ തുടർന്ന് പല രാജ്യങ്ങളും, ബ്രിട്ടന്, കാനഡ തുടങ്ങിയ പല രാജ്യങ്ങളും പരസ്യമായി പ്രസ്താവിച്ചു, നെതന്യാഹു തങ്ങളുടെ രാജ്യത്തെത്തിയാൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശരിയാണ്, ഇസ്രായേൽ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമാണ്, വ്യാപാര ബന്ധങ്ങളുണ്ട്. എങ്കിൽ പോലും ആയിരക്കണക്കിന് നിരപരാധികൾ ലെബനോനാണേലും പാലസ്തീനാണേലും കൊന്നൊടുക്കപ്പെടുന്നത് ന്യായീകരിക്കാൻ മനസാക്ഷിയുള്ള ഏതെങ്കിലും രാജ്യത്തിനാകുമോ? എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലിന് അതിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്, ശരിയാണ്. എങ്കിൽ പോലും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന വംശഹത്യയെ ന്യായീകരിക്കാൻ ആർക്ക് സാധിക്കും? വംശഹത്യയാണത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന നരനായിട്ട് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണം ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രണ്ട് തെറ്റ് ഒരു ശരിയെ സൃഷ്ടിക്കുന്നില്ല. 2 wrongs do not make 1 right. ഹമാസ് ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് ഇസ്രായേൽ ഏത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസുമാരും നൽകിയിട്ടില്ല. അതെല്ലാം ഉപരി ഇത് വെളിവാക്കുന്നത് UN എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ പരാജയമാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ലഘൂകരിക്കുന്നതിനോ റഷ്യ ഉക്രൈൻ ബന്ധം ലഘൂകരിക്കുന്നതിനോ ഒന്നും ആ സംഘടനയെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതിലുപരി ആ സംഘടന അമേരിക്ക തുടങ്ങിയ വൻ ശക്തികൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി. കച്ചവട താല്പര്യങ്ങൾ, മറ്റു താല്പര്യങ്ങളും. അതല്ലാതെ അന്തർദേശീയമായ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുവാനോ ചെറിയ രാഷ്ട്രങ്ങൾക്ക് സംരക്ഷണം നൽകുവാനോ അവരുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുവാനുള്ള നടപടിയെടുക്കുവാനോ ഒന്നും UN എന്ന് പറയുന്ന സംഘടന കണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. പിന്നെ ആ സംഘടനയ്ക്ക് വേണ്ടി എന്തിനാണ് പണം നൽകുന്നതെന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. അതെന്തോ ആവട്ടെ, ഇന്ത്യയുടെ നിലപാട് തികച്ചും ആശങ്കാജനകം തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇസ്രായേൽ സൗഹൃദ രാഷ്ട്രമാണെങ്കിൽ പോലും നരഹത്യയെ വംശഹത്യയെ ന്യായീകരിക്കാൻ, സാധൂകരിക്കാൻ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരിക്കലും ആവുകയില്ല. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് വന്നെത്തുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം. താങ്ക് യു.